एंडे सुरदगड़े तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है। मैं इस जन समर्थन के लिए तिरुवल्ला की जनता का बहुत बहुत धन्यवाद करता हूं। तिरुवल्ला के लोगों का विश्वास ये हमारी सबसे बड़ी ताकत है। तिरुवल्लयिले जनंगलुडे विश्वासमान यंगलुडे ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ വികസന യുഗത്തിന്റെ പ്രഭവ കേന്ദ്രമായി തിരുവല്ല മാറുകയാണ്. ഇത്രയും വലിയ ഒരു മഹാസമ്മേളനത്തിന് ഞാൻ തിരുവല്ലയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. തിരുവല്ലയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി. एंडे सुरदगड़े अभी 2-3 दिन पहले जब मैं दिल्ली में था, मेरी केरलम के बीजेपी कार्यकर्ताओं से फोन पर लंबी चर्चा हुई। मेरा बूथ सबसे मजबूत कार्यक्रम में 5000 से ज्यादा शक्ति केंद्र, इतने छोटे से केरला में 5000 से ज्यादा शक्ति केंद्र में बीजेपी के 1,25,000 से ज्यादा कार्यकर्ता मेरे साथ फोन पर जुड़े थे और 30-40 मिनट इस चर्चा में मैंने देखा, साफ साफ दिखा कि केरलम की जनता ने एलडीएफ सरकार की विदाई पक्की कर ली है। इस चुनाव में मेहनत कर रहे सभी बीजेपी एनडीए कार्यकर्ताओं की मैं हृदय से सराहना करता हूं, उनका बहुत बहुत अभिनंदन करता हूं. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ടെലിഫോൺ വഴി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുമായി ദീർഘനേരം ചർച്ച നടത്തുകയുണ്ടായി. എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ഇത്. ഏകദേശം 30-40 മിനിറ്റോളം നേരം ഞാൻ പ്രവർത്തകരുമായി സംവദിച്ചു. ഇത്രയും ചെറിയ കേരളത്തിൽ നിന്ന് 5000ഓളം ശക്തി കേന്ദ്ര ഇൻചാർജുമാരും 1.25 ലക്ഷത്തിലധികം പ്രവർത്തകരുമാണ് ഫോൺ വഴി ഞാൻ സംസാരിച്ചത്. ആ ചർച്ചയിൽ, സുദീർഘമായ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, കേരളത്തിലെ ഇടത് സർക്കാരിന് വിട നൽകാൻ കേരളത്തിലെ പ്രവർത്തകർ തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. एंडे सुरदगड़े, मैं केरलम की ताकत को देख रहा हूं. अभी जहां हमारा हेलीकॉप्टर लैंड हुआ, हेलीपैड से मैं यहां तक आया, जितने लोग यहां हैं ना, उससे ज्यादा लोग रोड शो में वहां खड़े थे. मेरे लिए बड़ा सरप्राइज था. रोड शो का कार्यक्रम नहीं था, लेकिन पूरे रास्ते भर मैं देख रहा था, लोग ह्यूमन चेन की बात करते हैं लेफ्ट के लोग, आज यहां के लोगों ने ह्यूमन वॉल बना करके दिखा दिया. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ശക്തി ഇന്നും ഞാൻ കണ്ടു. ഞാൻ ഹെലിപ്പാഡിൽ നിന്നും ഇറങ്ങി കാറിൽ, ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി റോഡ് ഷോയ്ക്ക് എന്ന പോലെ അവിടെ അണിനിരന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു റോഡ് ഷോ നാം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വലിയ മനുഷ്യ മതിൽ തീർത്ത് അവർ അവിടെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. एंडे सुरदगड़े, हमारे केरलम को ईश्वर ने अपार संसाधन और संभावनाएं दी है. यहां समंदर में ब्लू इकोनॉमी के असीम अवसर है.
यहां उद्योगों के लिए संभावनाएं हैं। पर्यटन के क्षेत्र में कितना बड़ा पोटेंशियल है, लेकिन फिर भी केरलम विकास की दौड़ में बाकी राज्यों से लगातार पिछड़ रहा है, पीछे होता जा रहा है। പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിന് ഈശ്വരൻ അനന്തമായ വിഭവങ്ങളും സാധ്യതകളുമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ വിശാലമായ തീരപ്രദേശങ്ങൾ നമ്മുടെ ബ്ലൂ ഇക്കോണമിക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. കേരളത്തിൽ വ്യവസായങ്ങൾക്ക് അനന്ത സാധ്യതയാണ് ഉള്ളത്. വ്യവസായങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിട്ടും കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ 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 പിറകിലാണ്. एनडीए सुहृदगळे, एलडीएफ, यूडीएफ की सरकारों ने कभी भी इस क्षेत्र की परवाह नहीं की. यहां कनेक्टिंग रोड्स का हाल बेहाल है. मुझे आपके ही साथी बता रहे थे, यहां कई वर्षों से एक भी बड़ा पुल नहीं बना है. कोट्टयम में मेडिकल कॉलेज की हालत इतनी खराब है कि उसका वर्णन करना मुश्किल है. जहां बेसिक इंफ्रास्ट्रक्चर की ऐसी कमी हो, वहां आपकी क्वालिटी ऑफ लाइफ कैसी होगी, इसका अंदाजा हर कोई लगा सकता है. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക്, ഇടത് വലത് മുന്നണികൾക്ക് ഇക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ നൽകിയിട്ടില്ല. നമ്മളുടെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഗ്രാമീണ ഇടറോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം പണിയാൻ പോലും, ഒരു വൻകിട പാലം നിർമ്മിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വർണ്ണിക്കാൻ പോലും ആകാത്ത തരത്തിൽ വളരെ പരിതാപകരമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇത്രയും അപര്യാപ്തത ഉള്ളയിടത്ത് എങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയരും എന്നതിനെപ്പറ്റി എല്ലാവർക്കും ചിന്തയുണ്ടാകണം. एनडीए सुहृदगळे, केरलम में कभी बीजेपी सरकार नहीं रही, लेकिन आप सबके आशीर्वाद से